കഴിഞ്ഞ വർഷം മുതൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് പുതിയ രൂപത്തിലുള്ള ബുക്ക്ലെറ്റുകളാണ് ആൻസർ പേപ്പറായി ഉപയോഗിക്കുന്നത്. അതായത് ആൻസർ ബുക്ക്ലെറ്റുകളാണ് ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത്. മിക്കവാറും അധ്യാപകർ അവരുടെ ക്ലാസ്സുകളിൽ ഹയർ സെക്കൻഡറി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ ആൻസർ ബുക്ക്ലെറ്റുകളും അഡീഷൻ ഷീറ്റുകളും പരിചയപ്പെടുത്തിയിട്ടുണ്ടാകും. അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഈ വീഡിയോ കാണുന്നതിലൂടെ കുട്ടികൾക്ക് സ്വയം അത് പരിചയപ്പെടാവുന്നതാണ്. ആൻസർ ബുക്ക്ലെറ്റുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും അവ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഉത്തരങ്ങൾ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യത്തെക്കുറിച്ചും വളരെ വിശദമായി പ്രതിപാദിക്കുകയാണ് ഈ വീഡിയോയിൽ. മെയിൻ ബുക്ക്ലെറ്റ് 8 പേജുകൾ അടങ്ങിയതാണ്. പ്രിൻ്റ് ചെയ്തിട്ടുള്ള 2 പേജുകളും, അതായത് ആമുഖ പേജും ഇൻസ്ട്രക്ഷൻ പേജും, തുടർന്ന് 6 വശങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉത്തരം എഴുതാനുള്ള പേജുകളും ആണ്. അഡീഷണൽ ഷീറ്റായി ഉപയോഗിക്കുന്നത് 2 ഷീറ്റുകളുള്ള, അതായത് 4 പുറങ്ങളുള്ള ബുക്ക്ലെറ്റാണ്. ഈ കാണുന്നത് മെയിൻ ബുക്ക്ലെറ്റിൻ്റെ ആമുഖ പേജും അതിനുള്ളിൽ ഭാഗത്തുള്ള ഇൻസ്ട്രക്ഷൻ പേജുമാണ്. ഈ കാണുന്നത് മെയിൻ ബുക്ക്ലെറ്റിൻ്റെ ഫേസിംഗ് ഷീറ്റ് അഥവാ ആമുഖ പേജ് ആണ്. ഫേസിംഗ് ഷീറ്റിൽ അഥവാ ആമുഖ പേജിൽ മുഖ്യ വിവരങ്ങളും രണ്ടാമത്തെ പേജായ ഇൻസ്ട്രക്ഷൻ പേജിൽ പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും ആണ്. പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ആൻസർ ബുക്കിൻ്റെ ആമുഖ പേജിലാണ് പരീക്ഷ സംബന്ധിച്ചുള്ള പ്രധാന വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത്. 3 മുതൽ 8 വരെയുള്ള പേജുകളിൽ ഉത്തരങ്ങൾ എഴുതാം. അതിനാൽ ഒരു വിദ്യാർത്ഥിക്ക് ആമുഖ പേജ് പൂരിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നല്ല അറിവുണ്ടായിരിക്കണം. ആൻസർ പേപ്പർ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയെ തിരിച്ചറിയാനുള്ള ഏക മാർഗം ആ വിദ്യാർത്ഥിയുടെ എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ ആണ്. അതായത് വിദ്യാർത്ഥിക്ക് നൽകിയിട്ടുള്ള ഹാൾ ടിക്കറ്റിൽ ഉള്ള രജിസ്റ്റർ നമ്പർ ആണ് ഒരു വിദ്യാർത്ഥിയെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഏക മാർഗം. ഈ രജിസ്റ്റർ നമ്പർ ആൻസർ ബുക്ക്ലെറ്റിൻ്റെ ഫേസിംഗ് ഷീറ്റ് മാത്രമേ രേഖപ്പെടുത്തുവാൻ പാടുള്ളൂ. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ടുള്ള മറ്റ് യാതൊരു വിവരങ്ങളും മറ്റൊരു സ്ഥലത്തും അഡീഷൻ ഷീറ്റ് അടക്കം രേഖപ്പെടുത്തേണ്ടതില്ല, രേഖപ്പെടുത്തുവാനും പാടില്ല. ഇനി ഫേസിംഗ് ഷീറ്റ് എങ്ങനെ പൂരിപ്പിക്കാം എന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാവുന്നതാണ്. 2 രീതിയും കാണിച്ചിട്ടുണ്ട്. എഴുതാനായി കറുത്ത മഷിയോ നീല മഷിയോ ഉള്ള ബോൾ പോയിൻ്റ് പേന ഉപയോഗിക്കണം. മറ്റു മഷിയുള്ള, ഉദാഹരണം ചുവപ്പോ പച്ചയോ ആയ പേന ഉപയോഗിക്കാൻ പാടില്ല. ഫേസിംഗ് ഷീറ്റ് മുഴുവനായി ഒന്നുകൂടെ കാണാം. ഒന്നാമതായി ആരോ മാർക്ക് ചൂണ്ടിയിരിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക. നെയിം ഓഫ് എക്സാമിനേഷൻ. റൈറ്റ് ഹിയർ ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ജൂൺ 2022. ഇവിടെ ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ 2022 എന്ന് എഴുതുക. വർഷവും മാസവും പരീക്ഷ നടക്കുന്നതിനനുസരിച്ച് മാറുന്നത് ശ്രദ്ധയിൽ വയ്ക്കുമല്ലോ. അതിനനുസരിച്ച് വർഷവും മാസവും മാറ്റി എഴുതേണ്ടതാണ്. അടുത്തതായി അതിന് താഴെ സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഹോൾ ടിക്കറ്റ് നോക്കി അല്ലെങ്കിൽ ചോദ്യപേപ്പർ നോക്കി വിഷയത്തിൻ്റെ പൂർണ്ണമായ പേര് ഇവിടെ എഴുതുക. റൈറ്റ് ദി നെയിം ഓഫ് ദി സബ്ജക്റ്റ് ഓഫ് എക്സാം ഓൺ ദാറ്റ് ഡേ ഫ്രം ഹോൾ ടിക്കറ്റ് ഓർ ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി സബ്ജക്റ്റിന് താഴെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, പരീക്ഷാ തീയതി. റൈറ്റ് ദി ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, പരീക്ഷ എഴുതുന്ന ദിവസത്തെ തീയതി എഴുതുക. സബ്ജക്റ്റിന് വലതുവശത്തായി പേപ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒന്നും എഴുതേണ്ടതില്ല. ആൻസർ ഷീറ്റിൻ്റെ വലതുവശത്ത് മുകളിലായി ടോട്ടൽ അഡീഷൻ ഷീറ്റ്സ് യൂസ്ഡ് എന്ന കോളമുണ്ട്. ഇവിടെ എത്ര അഡീഷൻ ഷീറ്റ് ഉപയോഗിച്ചു എന്ന് മാത്രം എഴുതുക. ഹിയർ ടോട്ടൽ നമ്പർ ഓഫ് അഡീഷൻ ഷീറ്റ്സ് യൂസ്ഡ് ടു ബി റിട്ടൺ. ഈച്ച് അഡീഷൻ ഷീറ്റ് കണ്ടെയ്ൻസ് 4 pages. ഹിയർ ഡു നോട്ട് റൈറ്റ് ദി നമ്പർ ഓഫ് പേജസ് ബട്ട് ഷീറ്റ്സ്. ഒരു അഡീഷൻ ഷീറ്റിന് 4 പുറങ്ങളുള്ളതായിട്ട് മനസ്സിലാക്കുക. അതായത് 4 പുറങ്ങളുള്ള ഒരു ബുക്ക്ലെറ്റ് ഒരു അഡീഷൻ ഷീറ്റായി കരുതുക. അങ്ങനെ എത്ര എണ്ണം വാങ്ങിച്ചു, എഴുതി, ഉപയോഗിച്ചു എന്ന് എഴുതുക. ഇനിയുള്ള വലിയ ഒരു ഏരിയ സ്കോർ എന്നെഴുതിയതിന് താഴെ വിവിധ കോളങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. ഈ കള്ളികളിൽ മാർക്ക് രേഖപ്പെടുത്താനുള്ളതാണ്. വാല്യുവേഷൻ നടക്കുമ്പോൾ ഓരോ ക്വസ്റ്റിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് രേഖപ്പെടുത്തേണ്ട ഇടമാണ്. ഇവിടെ നിങ്ങൾ യാതൊന്നും തന്നെ ചെയ്യേണ്ടതില്ല.
Do not write anything here. The score for each question after evaluation of the answer script is entered here by the teacher. ഈ സ്കോറുകൾ എഴുതുന്ന ഭാഗത്തിന് താഴെ വലതുവശത്ത് ഗ്രാൻഡ് ടോട്ടൽ സ്കോർ എന്നീ 2 കോളങ്ങളുണ്ട്. ഇവിടെയും നിങ്ങൾ യാതൊന്നും എഴുതേണ്ടതില്ല. ഇത് കിട്ടുന്ന മാർക്ക് എഴുതാനുള്ള ഭാഗമാണ്. ഇതിന് താഴെയായി രജിസ്റ്റർ നമ്പർ എഴുതേണ്ടുന്ന കോളങ്ങൾ ഉണ്ട്. രജിസ്റ്റർ നമ്പർ ഇൻ ഫിഗേഴ്സ് ആൻഡ് ഇൻ വേർഡ്സ്. രജിസ്റ്റർ നമ്പർ ഇൻ ദ ഹാൾ ടിക്കറ്റ് ഷുഡ് ബി കോപ്പീഡ് ഹിയർ. It should be written either in English or Malayalam in words or figures. രജിസ്റ്റർ നമ്പറിൻ്റെ കോളത്തിൽ അക്കത്തിലും അക്ഷരത്തിലും എഴുതുക. അക്കത്തിൽ എഴുതുമ്പോൾ 1 2 3 4 5 6 7 എന്ന രീതിയിലും വേർഡ്സിൽ എഴുതുമ്പോൾ ഇംഗ്ലീഷ് വേർഡ്സിലോ മലയാളം വാക്കുകളിലോ എഴുതാം. ശ്രദ്ധിക്കുക, രജിസ്റ്റർ നമ്പർ ആൻസർ ഷീറ്റിൽ മറ്റെവിടെയും എഴുതേണ്ടതില്ല, എഴുതാനും പാടില്ല. നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഏക മാർഗമാണ് ഈ രജിസ്റ്റർ നമ്പർ. അതുകൊണ്ട് ഹോൾ ടിക്കറ്റ് നോക്കി രജിസ്റ്റർ നമ്പർ തെറ്റാതെ എഴുതുക. ഇതിന് താഴെയായി ഡേറ്റഡ് സിഗ്നേച്ചർ ഓഫ് ദി ഇൻവിജിലേറ്റർ. ദി ടീച്ചർ ഹൂ ഈസ് ദി ഇൻവിജിലേറ്റർ ഇൻ ദി എക്സാം ഹാൾ ഷുഡ് സൈൻ ഹിയർ. ഇൻവിജിലേറ്ററായി വന്നിട്ടുള്ള ഇവിടെ ക്ലാസ്സിൽ നിൽക്കുന്ന ഇൻവിജിലേറ്ററിൻ്റെ സിഗ്നേച്ചറാണ് വേണ്ടത്. തീയതി അടങ്ങുന്ന സിഗ്നേച്ചറാണ്. അത് അവിടെ ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പാക്കുക. ഡേറ്റഡ് സിഗ്നേച്ചർ ഓഫ് ദി ഇൻവിജിലേറ്ററിന് വലതുവശത്തായി കോഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ എഴുതേണ്ട കോളമുണ്ട്. കോഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ. ദർ ഈസ് എ കോഡ് ഫോർ ഈച്ച് സബ്ജക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇറ്റ് ക്യാൻ ബി സീൻ ഓൺ ദി ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ദ സെയിം കോഡ് ഷുഡ് ബി റിട്ടൺ ഹിയർ. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകൾ ഭാഗത്തായി ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനും ഓരോ കോഡ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഈ കോളത്തിൽ എഴുതണം. ഇനി ഇൻസ്ട്രക്ഷൻ പേജിൽ കൊടുത്തിട്ടുള്ള കാൻഡിഡേറ്റ്സിനുള്ള ഇൻസ്ട്രക്ഷൻസാണ്, പരീക്ഷാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ. 1. ഉത്തരം എഴുതുന്നതിന് മുമ്പ് പ്രധാന ഉത്തരപുസ്തകത്തിൽ പരീക്ഷയുടെ പേര്, വിഷയത്തിൻ്റെ പേര്, തീയതി എന്നിവ നിശ്ചിത കോളങ്ങളിൽ എഴുതേണ്ടതാണ്. ബിഫോർ ആൻസറിങ് ദി ക്വസ്റ്റ്യൻസ്, write the name of the examination, subject and date of the examination in the specified columns in the main answer book. Instruction number 2. ഉത്തരക്കടലാസിൽ പരീക്ഷാർത്ഥിയുടെ പേര്, സ്കൂളിൻ്റെ പേര്, അഭ്യർത്ഥന, പരീക്ഷാർത്ഥിയെ തിരിച്ചറിയാൻ സാധിക്കുന്ന മറ്റടയാളങ്ങൾ തുടങ്ങിയവയൊന്നും രേഖപ്പെടുത്താൻ പാടുള്ളതല്ല. ഇത് ലംഘിക്കുന്ന പരീക്ഷാർത്ഥികളുടെ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയത്തിന് വിധേയമാക്കുന്നതല്ല. Name of the candidate, school or any form of please, signs, etc. which identify the candidate should not be written in the answer book under any circumstances. The answer sheets of those who violate this will not be valued. Instruction number 3. പ്രധാന ഉത്തരപുസ്തകത്തിൽ രജിസ്റ്റർ നമ്പർ അക്കത്തിലും അക്ഷരത്തിലും നിശ്ചിത സ്ഥലത്ത് എഴുതേണ്ടതാണ്. The register number of the candidate shall be written both in figures and words in the space provided in the main answer book. Instruction number 4. പ്രധാന ഉത്തരപുസ്തകം ആദ്യ പേജ് പൂരിപ്പിച്ചതിന് ശേഷം നിശ്ചിത സ്ഥലത്ത് ഇൻവിജിലേറ്ററുടെ ഒപ്പ് വാങ്ങേണ്ടതാണ്. After filling in the front page of the main answer book, candidates shall obtain the signature of the invigilator in the space provided for it. Instruction number 5. പ്രധാന ഉത്തരപുസ്തകത്തിലും അഡീഷണൽ ഷീറ്റുകളിലും മാർജിൻ മുദ്രണം ചെയ്തിരിക്കുന്നതിനാൽ അധികമായി മാർജിനോ വശങ്ങളിൽ മറ്റ് ലൈനുകളോ വരയ്ക്കേണ്ടതില്ല. As the margin is printed in the main answer book and additional sheets, the candidate shall not draw additional lines in the sheet as margin. Instruction number 6. ആവശ്യമെങ്കിൽ കൂടുതൽ അഡീഷണൽ ഷീറ്റുകൾ നൽകുന്നതാണ്. പരീക്ഷയുടെ അവസാനം അഡീഷണൽ ഷീറ്റുകളുടെ ആകെ എണ്ണം പ്രധാന ഉത്തരപുസ്തകത്തിൽ നിശ്ചിത സ്ഥലത്ത് രേഖപ്പെടുത്തേണ്ടതാണ്. If necessary, additional sheets will be provided. Total number of additional sheets used is to be shown in the space given in the main answer book. Instruction number 7. ചോദ്യ നമ്പർ ചോദ്യക്കടലാസിൽ ഉള്ളതുപോലെ തന്നെ മാർജിനിൽ എഴുതണം. മാർജിൻ്റെ ഇടതുവശം ചേർത്ത് ചോദ്യ നമ്പറും ഉപചോദ്യ നമ്പർ ഉണ്ടെങ്കിൽ അതും എഴുതണം. Question number shall be written on the margin of the answer sheet.
The question number is to be shown towards the left side of the margin. Sub-questions, if any, shall to be shown towards the margin. Instruction number 8. പരീക്ഷാർത്ഥികൾ പ്രധാന ഉത്തരപുസ്തകമോ അഡീഷണൽ ഷീറ്റോ പരീക്ഷാ ഹാളിന് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല. Candidates are not allowed to take the main answer books or additional sheets out of the examination hall. Instruction number 9. പ്രധാന ഉത്തരപുസ്തകത്തിലും അഡീഷണൽ ഷീറ്റിലും മോണോഗ്രാം പതിഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. മോണോഗ്രാം ഇല്ലാത്ത ഉത്തരക്കടലാസുകൾ ഉപയോഗിക്കാൻ പാടില്ല. Make sure that the monogram is affixed in the main answer book and additional sheets. If the monogram is not seen, such a sheet should not be used. Instruction number 10. ഉത്തരക്കടലാസുകൾ ഇൻവിജിലേറ്ററെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ പരീക്ഷാ ഹാൾ വിട്ട് പുറത്തു പോകാൻ പാടുള്ളൂ. ആൻസർ ഷീറ്റ്സ് are to be handed over to the invigilator before leaving the examination hall. ഇനി അഡീഷണൽ ഷീറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് അഡീഷണൽ ഷീറ്റ്. ഇതിന് 4 പുറങ്ങൾ ഉണ്ടായിരിക്കും. 4 പുറവും എഴുതി കഴിഞ്ഞാൽ അഡീഷണൽ ഷീറ്റ് ഒരെണ്ണം മുഴുവനായി എന്ന് പറയാം. ഇനി അടുത്ത അഡീഷണൽ ഷീറ്റ് വാങ്ങുമ്പോൾ അത് രണ്ടാമത്തെ അഡീഷണൽ ഷീറ്റ്. ഇങ്ങനെ എത്ര എണ്ണം വാങ്ങുന്നുണ്ടോ അത്രയും എണ്ണമാണ് മെയിൻ ഷീറ്റിൻ്റെ മുകൾ ഭാഗത്ത് ടോട്ടൽ നമ്പർ ഓഫ് അഡീഷണൽ ഷീറ്റ്സ് യൂസ്ഡ് എന്ന കോളത്തിൽ എഴുതേണ്ടത്. പുതിയൊരു അഡീഷണൽ ഷീറ്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, ചീഫിൻ്റെ മോണോഗ്രാം പതിഞ്ഞിട്ടുണ്ടോ, ഡേറ്റഡ് സിഗ്നേച്ചർ ഓഫ് ഇൻവിജിലേറ്റർ എന്ന കോളത്തിൽ ഒപ്പും ഡേറ്റും ഇട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് അഡീഷണൽ ഷീറ്റ് നമ്പർ അതിൻ്റെ കോളത്തിൽ രേഖപ്പെടുത്തുക. ഒന്നാമത്തെ അഡീഷണൽ ഷീറ്റിന് 1, രണ്ടാമത്തെ എണ്ണം വാങ്ങുമ്പോൾ 2 എന്നിങ്ങനെ. നിങ്ങളുടെ പേരോ രജിസ്റ്റർ നമ്പറോ ഒപ്പോ എന്നിങ്ങനെ യാതൊന്നും തന്നെ ഈ അഡീഷണൽ ഷീറ്റിൽ എഴുതാൻ പാടുള്ളതല്ല. ഇത്രയും ശ്രദ്ധിച്ചതിന് ശേഷം എഴുതാൻ തുടങ്ങാം. ഉത്തരങ്ങൾ എഴുതുന്നതിന് മുമ്പ് ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കണം. കണക്കുകൂട്ടലുകൾ, ചിത്രങ്ങൾ, ഗ്രാഫുകൾ എന്നിവ ഉത്തരപേപ്പറിൽ തന്നെ ഉണ്ടായിരിക്കണം. പ്രോഗ്രാമുകൾ ചെയ്യാനാകാത്ത കാൽക്കുലേറ്ററുകൾ ഒഴികെയുള്ള ഒരു ഇലക്ട്രോണിക് ഉപകരണവും പരീക്ഷാ ഹാളിൽ ഉപയോഗിക്കാൻ പാടില്ല. ആഫ്റ്റർ ഫിനിഷിംഗ് റൈറ്റിംഗ്, സ്ട്രൈക്ക് ഓഫ് ദ റെസ്റ്റ് ഓഫ് ദി പേജ് ആൻഡ് റൈറ്റ് ക്യാൻസൽഡ്.
ഉത്തരക്കടലാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ Raju Science World for more videos.